സർവീസ് വീക്കിന്റെ ഭാഗമായി കുട്ടികളെല്ലാം പാർക്കിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഒരു ഭാരമുള്ള ബക്കറ്റ് പൊക്കാൻ ശ്രമിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു, ഇറ്റ്സ് അൺഫെയർ അല്ലേ? അതെ അതെ, ആ ഐസ്ക്രീം മാൻ അവൾക്ക് മാത്രം വലിയ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം കൊടുത്തു. ടോട്ടലി അൺഫെയർ. ഗോപു പരിഭവം പറഞ്ഞു. ഓ അതല്ലടാ, ഞാൻ ഈ എഴുത്തിന് മാത്രം ഗ്രാവിറ്റി ഉള്ളത് അൺഫെയർ ആണെന്നാ പറഞ്ഞ്. അതല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നേ. ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് അതുവഴി വന്ന ഋതു പറഞ്ഞു, എടാ, നിന്നോട് ആര് പറഞ്ഞു എഴുത്തിന് മാത്രമേ ഗ്രാവിറ്റി ഉള്ളൂ എന്ന്? ഈ യൂണിവേഴ്സിൽ മാസുള്ള എല്ലാത്തിനും ഗ്രാവിറ്റി ഉണ്ട്. ഈ ബക്കറ്റിന്, ബ്രൂമിന്, ട്രീസിന്, ന്യൂട്ടന്റെ തലയിൽ വീണു എന്ന് പറയപ്പെടുന്ന ആ ആപ്പിളിന്, എന്തിന് ഇവന് വരെയുണ്ട് ഗ്രാവിറ്റി. ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് പുള്ളിങ് ഇഫക്റ്റ് അല്ലേ? അപ്പൊ ഞാനും എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നുണ്ടെന്നാണോ നീ പറയുന്നത്? അതെ, ഈ യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സും പരസ്പരം പുൾ ചെയ്യുന്നുണ്ട് ഡ്യൂ ടു ഗ്രാവിറ്റി. ബട്ട് ഇവർക്കെല്ലാമുള്ള ഈ പുള്ളിംഗ് ഫീൽഡ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, 2 ലൈറ്റ് സോഴ്സസ് എടുക്കാം. ഒന്ന് ചെറുതും മറ്റത് വലുതും. ഇത് രണ്ടും എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഡിഫറെൻ്റ് ആവില്ലേ? ചെറിയ സോഴ്സിന് ചെറിയ ലൈറ്റും വലിയതിന് വലിയ ലൈറ്റും. ലൈക്ക് വൈസ്, ചെറിയ വസ്തുക്കൾക്ക് ചെറിയ ഗ്രാവിറ്റിയും വലിയ വസ്തുക്കൾക്ക് വലിയ ഗ്രാവിറ്റിയും. ഹ്യൂജ് എർത്തിന് മൂണിനെ അപേക്ഷിച്ച് ഗ്രാവിറ്റി കൂടുന്നത് ഇതുകൊണ്ടാണ്. ഓ, അപ്പോൾ ഒബ്ജക്റ്റിന്റെ ഗ്രാവിറ്റി അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? അതെ, ഇതാണ് ഗ്രാവിറ്റിയുടെ ആദ്യത്തെ ഡിപ്പെൻഡൻസി, മാസ്. മാസ് കൂടും തോറും ഗ്രാവിറ്റിയും കൂടും. കഴിഞ്ഞില്ല, ഗ്രാവിറ്റിക്ക് ഒരു ഡിപ്പെൻഡൻസി കൂടെയുണ്ട്. അതാണ് ഡിസ്റ്റൻസ്. നമ്മൾക്ക് ആ ലൈറ്റ് സോഴ്സിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഈ ലൈറ്റ് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് അതിന്റെ തൊട്ടടുത്ത് നല്ല ഇൻറ്റൻസ് ആയും ദൂരേക്ക് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായും കാണുന്നില്ലേ? സിമിലർലി, ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് കൂടും തോറും ഗ്രാവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഈവൺ ഇഫ് സണ്ണിന് ഹ്യൂജ് സൈസ് ആൻഡ് ഹൈ ഗ്രാവിറ്റി ഉണ്ടെങ്കിലും നമ്മൾക്ക് എർത്തിൻ്റെ ഫീൽഡ് കൂടുതൽ അനുഭവപ്പെടുന്നത്. സണ്ണും എർത്തും തമ്മിൽ 150 മില്യൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ പണ്ടേ ഞാനങ്ങ് സണ്ണിലെത്തിയേനെ. അതെ, കരിഞ്ഞു പോയനെ. ഋതു തുടർന്നു. ഗ്രാവിറ്റിയുള്ള എല്ലാ ഒബ്ജക്ട്സും പരസ്പരം പുൾ ചെയ്തുകൊണ്ടിരിക്കും, അതും സെയിം ഫോഴ്സിൽ. അതായത് നമ്മുടെ ന്യൂട്ടന്റെ കഥയിലെ ആപ്പിളും എർത്തും പരസ്പരം പുൾ ചെയ്തിരുന്നത് സെയിം ഫോഴ്സിലായിരുന്നു. പിന്നെങ്ങനെ ഇവിടെ എർത്ത് ജയിച്ചു? രണ്ടാളും വലിച്ചത് സെയിം ഫോഴ്സിലല്ലേ? അതെ, ബട്ട് എർത്തിന് വലിക്കേണ്ടത് ഒരു കുഞ്ഞൻ ആപ്പിളിനെയും ആപ്പിളിന് വലിക്കേണ്ടത് ഈ തടിയൻ ഭൂമിയെയും അല്ലേ? ഒബ്വിയസ്ലി എർത്ത് വിൻ ചെയ്യും. ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇത് നിന്റെ ഒന്നും ഫിസിക്സ് ക്ലാസ് അല്ല. പോയി പണിയെടുക്കും പിള്ളേരെ. കൂടുതൽ ഗ്രാവിറ്റി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ മറക്കല്ല.